ഹലോ ഗായ്സ്, ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു മിനി കൂളർ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ മിനി കൂളർ. ഇത് ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്താട്ടോ. 1.5 മാസം മുൻപേ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാനിതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ഓരോ പാർട്സുകൾ ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഡോറ് വരുന്നുണ്ട് മുന്നിൽ. ഇത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഐസ് ക്യൂബോ അതോ തണുത്ത വെള്ളമൊക്കെ പാർന്നിട്ട് നമ്മളിത് അടച്ച് വയ്ക്കണം. ഇതേപോലെ ഇത് പാർന്നിട്ട് അടച്ച് വെക്കണം. അപ്പോൾ ഇതിൽ നല്ലത് ഐസ് ക്യൂബ് ഇട്ടുകൊണ്ട് അടച്ച് വെക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സ്വിച്ച് ഓണ് ഓഫ്, ഓണ് ഓഫ്, ഓണ് ഓഫ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത് ബാക്കിൽ 3 ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിനാണ് ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത്, ബാറ്ററി. ഇത് ഞാൻ നേരത്തെ വെള്ളം പാർന്ന് വെച്ചിട്ട് അപ്പോൾ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ലീക്ക് വരുന്നുണ്ട് വെള്ളം. ഈ കറണ്ട് കുത്തി കൊടുക്കുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഇതാണ് നമുക്ക് കറണ്ടിന് കുത്തി കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണിത്. എൻ്റെ പിന്നാണിത് എൻ്റെ കയ്യിലുള്ളത്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ചാർജറിൽ ഇത് കണക്റ്റ് ചെയ്യണം. ഈ കേബിൾ നമ്മൾ ചാർജറിൽ നമ്മൾ കണക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി പ്ലഗിൽ കൊടുത്ത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് വർക്ക് ആവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആക്കിയാൽ ഐസ് വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യത്തിന് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് ഒന്നുമില്ല. 1000 രൂപയാണ് ഇതിൻ്റെ വില. ഞാനത് വാങ്ങിയപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിയപ്പോൾ 1000 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ ഒരു പെർഫോമൻസോ കാര്യങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല. ഇതിനെക്കാട്ടിലും വെച്ച് നമുക്കൊരു ടേബിൾ ഫാനോ അല്ലെങ്കിൽ സാധാ ഫാനോ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി ആരും വല്ല ചതിക്കുഴിയിൽ വീഴാതെ നിൽക്കുക, ശ്രദ്ധിക്കുക. ഇതെന്താ പറയുക, ഒരു കാറ്റും ഇതുമെന്ന് നമുക്ക് കിട്ടുന്നില്ല. ഒരു കാറ്റോ കാര്യങ്ങളോ ഒരു കൂളിങ്ങോ ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു സൗണ്ട് മാത്രം. ഒരു കടലാസ് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് വലിയ അതിൻ്റെ കാറ്റിൻ്റെ ശക്തിയുള്ള പോലെ പറക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അത് അനങ്ങണോ ചലനങ്ങളൊന്നും വല്ലാതില്ല. ഞാൻ അതിൻ്റെ മുന്നിൽ കാണിച്ചു തന്നാണ്. അപ്പോൾ ഇതാണ് 1000 രൂപേൻ്റെ സാധനം.